അടുത്തതായിട്ട് ബയോ പേറ്റൻറ്റ്. എന്താണ് ബയോ പേറ്റൻറ്റ്? ബയോ പേറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ റൈറ്റ് ഗ്രാൻഡഡ് ബൈ എ ഗവൺമെൻറ്. സോ ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്യുന്ന ഒരു റൈറ്റ്, ഒരു അവകാശമാണ് ആർക്ക്? ടു എൻ ഇൻവെൻറ്റർ, ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ആൾക്ക്. ടു എൻ ഇൻവെൻറ്റർ ടു പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് ഹിസ് ഇൻവെൻഷൻ. ഒരാളുടെ കണ്ടുപിടുത്തത്തിൻ്റെയും അയാളുടെ പ്രോഡക്റ്റുകളെയും മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു റൈറ്റ്, അത് അയാളുടെ മാത്രം അവകാശമാണ് എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുന്ന ഒരു റൈറ്റ്, അവകാശമാണ് എന്ന് പറഞ്ഞുള്ള ഒരു ഇതാണ് നമ്മുടെ ബയോ പേറ്റൻറ്റ്. അത് ബയോളജിക്കലായിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ഇൻവെൻഷൻസ്, അതിന് ആ വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ഒരു അവകാശം ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്യുന്നതിനെയാണ് ബയോ പേറ്റൻറ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ ആ ബയോളജിക്കൽ ഇൻവെൻഷൻ വേറൊരാൾക്ക് ഉപയോഗിക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പാടുള്ളതല്ല. സോ അതാണ് ബയോ പേറ്റൻറ്റ്. സോ ഒഫീഷ്യലായിട്ടുള്ള ഒരു റൈറ്റ് എന്ത്? ബൈ ഗവൺമെൻറ്. സോ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ റൈറ്റാണ് ഒരു ഇൻവെൻറ്ററിന്, കണ്ടുപിടുത്തം നടത്തുന്ന ആൾക്ക്. എന്തിനു വേണ്ടി? ടു പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് ഹിസ് ഇൻവെൻഷൻ. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ മറ്റുള്ളവർ ഇത് ഉപയോഗിക്കുക, ബയോളജിക്കലായ ഇൻവെൻഷൻസ് ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു അവകാശം, അദ്ദേഹത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുന്നതാണ് ബയോ പേറ്റൻറ്റ് എന്ന് പറയുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബയോ പേറ്റൻറ്റ് എടുക്കുന്നത്? അപ്പോൾ അവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്യുന്നത് വഴി നമ്മൾക്കതിൻ്റെ അന്തിമമായ ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക് സർവീസസ് ആണ്. സോ ഒരു പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിവിങ് ഓർഗാനിസത്തിനെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നത്. അതൊരു പക്ഷേ ഫുഡിനായിരിക്കാം അല്ലെങ്കിൽ മെഡിസിനൽ സോഴ്സിന്. സോ മെഡിസിൻ സോഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഇതുപോലെ ലിവിങ് ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജനറലി ഫോർ പബ്ലിക് സർവീസസ്. ഈ ഓരോ ഓർഗാനിസത്തിനെ ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേറ്റൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഏത് ഓർഗാനിസത്തിനെ ആർക്കൊക്കെ ഉപയോഗിക്കാം. സോ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പേറ്റൻറ്റുകളാണ് ഗ്രാൻഡ് ചെയ്തേക്കണേ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു വിരോധം അല്ലെങ്കിൽ ദേഷ്യമാണ്, ഒരു ആങ്കറാണ് ചില കമ്പനികൾ ഈ പറയുന്ന ഏതൊക്കെ ബയോളജിക്കൽ പ്രോഡക്റ്റുകൾക്ക് പേറ്റൻറ്റ് അനുവദിക്കുന്നു എന്നുള്ളത് ഒരു പബ്ലിക് ആങ്കറാണ്. കാരണം ഈ ചില കമ്പനികൾ പേറ്റൻറ്റ് അനുവദിക്കുന്നത്, ഗ്രാൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ചില ജനറ്റിക് മെറ്റീരിയൽസിനായിരിക്കാം, പ്ലാന്റിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ റിസോഴ്സസിനായിരിക്കാം. ഈ ജനറ്റിക് മെറ്റീരിയൽസ് ആൻഡ് പ്ലാന്റ് അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ റിസോഴ്സിന് ചില കമ്പനീസ് ഈ പേറ്റൻറ്റ് അനുവദിക്കുന്നത് ഒരു പബ്ലിക് ആങ്കറായിട്ട് മാറുന്നു. കാരണം ഈ ജനറ്റിക് മെറ്റീരിയൽസും പ്ലാന്റും അതുപോലെ മറ്റ് ബയോളജിക്കൽ റിസോഴ്സും ഒരുപാട് കാലങ്ങളായിട്ട് സാധാരണ ആ സ്വദേശത്തിലുള്ള ആ ഫാർമറും അല്ലെങ്കിൽ അതുപോലത്തെ ആ റീജിയനിലോ സ്പെസിഫിക് കൺട്രിയിലോ ആളുകൾ കണ്ടുപിടിച്ചതാണ്. ആ ഇൻഡിജീനസ് ആയിട്ടുള്ള ആ സ്വദേശത്തിലുള്ള ആളുകളുടെ കണ്ടുപിടുത്തങ്ങളും അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ഡെവലപ്പ് ചെയ്ത് അവർ യൂസ് ചെയ്ത ജനറ്റിക് മെറ്റീരിയൽസിനെയും അതുപോലെ പ്ലാന്റും അല്ലെങ്കിൽ മറ്റു ബയോളജിക്കൽ റിസോഴ്സസിനെയാണ് ചില സർട്ടൺ ആയിട്ടുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മെറ്റീരിയൽസിനും ബയോളജിക്കൽ റിസോഴ്സിനും പേറ്റൻറ്റ് കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പബ്ലിക് ആങ്കറാണ് ക്രിയേറ്റ് ചെയ്തത്. ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് റീജിയനിലും ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള ബയോളജിക്കൽ റിസോഴ്സസിനെയും അവർ കണ്ടുപിടിച്ച ആ പ്ലാന്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽസ് അവർ ഒരുപാട് കാലം മുമ്പേ കണ്ടുപിടിച്ച് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് വന്ന ഈ പ്ലാന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ റിസോഴ്സസിനെയാണ് ഒരുപാട് കമ്പനികൾ അവരവരുടേതായ പേര് പറഞ്ഞ് ഈ പേറ്റൻറ്റുകൾ അനുവദിക്കുന്നത്. സോ തീർച്ചയായും അതൊരു പബ്ലിക് ആങ്കറിന് ഇടയാക്കുന്നതാണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്തുകൊണ്ടാണെന്നുള്ളത്, നമ്മൾ റൈസ്, നമ്മുടെ ഏഷ്യയിൽ ഏറ്റവും ഒരു അഗ്രികൾച്ചർ ഹിസ്റ്ററി എന്ന് പറയുന്നത് റൈസിനാണ്. സോ റൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഗ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഏഷ്യ. സോ ഏഷ്യയുടെ അഗ്രികൾച്ചർ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൈസിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. സോ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് നമ്മുടെ ഏഷ്യയിൽ ഈ അഗ്രികൾച്ചർ റൈസിൻ്റെ ഒരു കൃഷി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2 lakh വെറൈറ്റീസ് ഓഫ് റൈസ് അലോൺ ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിൽ മാത്രമായിട്ട് 2 ലക്ഷത്തോളം റൈസിൻ്റെ വെറൈറ്റീസ് ഇന്ത്യയിൽ മാത്രമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്.
സോ ഈ റൈസിൻ്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, അത്രമാത്രം വ്യത്യസ്തമായ തരത്തിലുള്ള റൈസ് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഒരു വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഡൈവേഴ്സിറ്റി ആണ് വേൾഡ്. സോ ലോകത്തിൽ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും റൈസിൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബസ്മതി റൈസ്. സോ ബസ്മതി റൈസ് എന്ന് പറയുന്ന പ്രത്യേകത നമുക്കറിയാം, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രത്യേകത, അതിന് യുണീക്കായിട്ടുള്ള ഒരു അരോമ ആൻഡ് ഫ്ലേവർ, വളരെ എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഒരു അരോമ, ഒരു സ്മെല്ല്, അതുപോലെ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും, അതാണ് ബസ്മതി റൈസിൻ്റെ പ്രത്യേകത. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ബസ്മതി റൈസിൻ്റെ 27 ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇന്ത്യയിൽ തന്നെ വളരുന്നുണ്ട്. സോ ഇന്ത്യയിൽ 27 ഡോക്യുമെൻറ്റഡ് വെറൈറ്റീസ് ഓഫ് ബസ്മതി റൈസ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. സോ ഈ ബസ്മതി റൈസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് പുറകിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ ടെക്സ്റ്റുകളിൽ, പുരാതനമായ ഗ്രന്ഥങ്ങളിലും അതുപോലെ നാടോടിക്കഥകളിലും നമ്മുടെ ഒരുപാട് പുരാതനമായ പോയം കവിതകളിലൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഈ ബസ്മതി റൈസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒബ്സർവേഷൻസും അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത്ര നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെയാണ് ആ ബസ്മതി റൈസ് ഉള്ളത്. ഇത്രയും 27 ഡോക്യുമെൻറ്റഡ് വെറൈറ്റീസ് ഓഫ് ബസ്മതി റൈസ് ഇന്ത്യയിൽ മാത്രം വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര പുരാതനമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണെന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ 1997 അമേരിക്കൻ കമ്പനി ഈ പറഞ്ഞ ബസ്മതി റൈസിന് ഒരു പേറ്റൻറ്റ് റൈറ്റ് ഉണ്ടാക്കി. സോ അമേരിക്കൻ കമ്പനിക്ക് പേറ്റൻറ്റ് റൈറ്റ് കിട്ടി ബസ്മതി റൈസിൽ ത്രൂ US പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസ്. US പേറ്റൻറ്റിലൂടെയും ട്രേഡ് മാർക്ക് ഓഫീസിലൂടെയും നമ്മുടെ അമേരിക്കൻ കമ്പനിക്ക് 1997 ബസ്മതി റൈസിൻ്റെ മേലെ ഒരു പേറ്റൻറ്റ് കിട്ടി. സോ പേറ്റൻറ്റ് റൈറ്റ് കിട്ടി. സോ അവർ അത് പ്രകാരം ഒരു ന്യൂ വെറൈറ്റി ഓഫ് ബസ്മതി റൈസ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നു. ആക്ച്വലി ഈ ന്യൂ വെറൈറ്റി ഓഫ് ബസ്മതി എവിടെ നിന്നാണ് കിട്ടിയത്? അവർക്ക് ഇന്ത്യൻ ഫാമേഴ്സ് വെറൈറ്റിയിൽ നിന്ന്, സോ അവിടെ ഇന്ത്യൻ കൃഷിക്കാരുടെ അവരുടെ വെറൈറ്റിയിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഈ ന്യൂ വെറൈറ്റീസ് ഓഫ് ബസ്മതി റൈസ് കിട്ടിയത്. സോ ഇത് പ്രകാരം ഇവർക്ക് ഈ അവകാശപ്പെടുന്ന ഈ ന്യൂ വെറൈറ്റി ഓഫ് ബസ്മതി റൈസിനെ US-ലും അബ്രോഡിലും അവർക്ക് എന്താ ചെയ്യാൻ പറ്റും, അതിനെ സെല് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടി. എന്നിട്ട് അവർ ഇവരുടെ ഈ ഒരു ഇതിന് ന്യൂ വെറൈറ്റി ഓഫ് ബസ്മതി റൈസ് എന്ന് പറയുന്നതിന് ഒരു പുതിയ ഇൻവെൻഷനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ നോവൽറ്റി ആയിട്ട് അവർ അവകാശപ്പെടുന്നു. ആക്ച്വലി ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ വെറൈറ്റിയിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് കിട്ടിയത്. സോ ഇത് പ്രകാരം ഇവരെടുത്ത ഈ ബസ്മതി റൈസിൻ്റെ ആ പേറ്റൻറ്റ് റേറ്റ് പ്രകാരം ഈ പേറ്റൻറ്റ് അവർക്ക് ഒരു ഫങ്ഷണൽ ഇക്വാലൻ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി. അതായത് മറ്റ് ആളുകൾക്ക് ഈ ബസ്മതി റൈസ് വിൽക്കാനോ വാങ്ങാനോ പറ്റാത്തൊരവസ്ഥ. സോ അതർ പീപ്പിൾ സെല്ലിങ് ബസ്മതി റൈസ് കുഡ് ബി റെസ്ട്രിക്റ്റഡ് ബൈ പേറ്റൻറ്റ്. സോ ഈ പേറ്റൻറ്റ് മുഖേന മറ്റാളുകൾക്ക് ഈ ബസ്മതി റൈസിനെ വിൽക്കാനുള്ള അവകാശം ഇവരിൽ നിന്ന് ഈ പേറ്റൻറ്റ് അത് റെസ്ട്രിക്റ്റ് ചെയ്യാണ്, തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ ബസ്മതി റൈസിനെ സെമി ഡ്വാർഫ് വെറൈറ്റിയായിട്ട് ക്രോസ് ചെയ്തപ്പോഴാണ് ഇവർ ഈ അവകാശപ്പെടുന്ന പുതിയ ബസ്മതി വെറൈറ്റി അവർക്ക് കിട്ടിയത്. സോ ഇവർ അവകാശപ്പെടുന്ന പുതിയ വെറൈറ്റി ഓഫ് ബസ്മതി എവിടെ നിന്നാണ് കിട്ടിയത്? ഇന്ത്യൻ ബസ്മതി, ഇന്ത്യൻ ഫാമേഴ്സ് നിന്ന് കിട്ടിയത്. അതിനെ അവർ സെമി ഡ്വാർഫ് വെറൈറ്റിയുമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് അവർ ന്യൂ വെറൈറ്റി ഓഫ് ബസ്മതി റൈസ് എന്ന് പറഞ്ഞ പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് അതിനൊരു പേറ്റൻറ്റ് കിട്ടിയത്. സോ ഇതുപോലെ ഒരുപാട് അറ്റംപ്റ്റുകൾ നമ്മുടെ ബയോളജിക്കലായിട്ട് റിസോഴ്സസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ട്. എവിടെ നിന്ന്? ഇന്ത്യൻ ട്രഡീഷണൽ ഹെർബൽ മെഡിസിൻ, നമ്മുടെ ഇന്ത്യയിലുള്ള പുരാതനമായിട്ടുള്ള ആയുർവേദ ആ മരുന്നുകളിലൊക്കെ ഇവർ ഒരുപാട് പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ഹെർബൽ മെഡിസിൻസിന്. ഫോർ എക്സാമ്പിൾ ടെർമറിക് ആൻഡ് നീം, നമ്മൾക്കറിയുന്ന ഈ ടെർമറിക്, മഞ്ഞളും അതുപോലെ വേപ്പ്. മഞ്ഞളും വേപ്പും നമുക്കറിയാം നമ്മുടെ ഒരു ബയോളജിക്കൽ റിസോഴ്സസ് ആണ്. അതിനും ഇതുപോലത്തെ ഒരുപാട് ഹെർബൽ മെഡിസിൻസിനൊക്കെ ട്രഡീഷണൽ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഹെർബൽ മെഡിസിൻസിൻ്റെ ഒക്കെ പേറ്റൻറ്റ് ഒരുപാട് അറ്റംപ്റ്റ് ഇതുപോലെ മറ്റു കൺട്രീസ് നടത്തിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ആ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നുണ്ടാകുന്ന ആ ബയോളജിക്കലായിട്ടുള്ള റിസോഴ്സസിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രോഡക്റ്റുകൾക്കും നമ്മൾ തീർച്ചയായിട്ടും പേറ്റൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇനിയും വിജിലൻ്റ് ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ പേറ്റൻറ്റ് ഇവർ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടേതാണെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ അതിന് എത്രയും പെട്ടെന്ന് അതിന് കൗണ്ടർ ഫയൽ ചെയ്തില്ലെങ്കിൽ, ഇതിന് തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇത്ര
പൈതൃകം, വളരെ മഹത്തായ പാരമ്പര്യം, ഈ പൈതൃകത്തിലുള്ള എല്ലാ ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെർബൽ മെഡിസിൻസും നമ്മുടെ എല്ലാ ബയോളജിക്കൽ റിസോഴ്സും നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇവരെല്ലാം ഇവരുടേതാണെന്ന് അവകാശപ്പെടും. നമുക്ക് അതിനുശേഷം ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ തീർച്ചയായിട്ടും നമ്മളിതിന് ഒരുപാട് വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഒരു ബയോ പേറ്റൻ്റ് എടുക്കേണ്ടതായതിൻ്റെ ആവശ്യകത നമ്മൾ പറയുന്നത്. സോ നമ്മുടേതായിട്ടുള്ള എല്ലാ ഇൻവെൻഷൻസും, നമ്മുടെ ആ റിച്ച് ലീഗസിയിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ബയോളജിക്കലായിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് എല്ലാ പ്രോഡക്റ്റുകളും നിർബന്ധമായിട്ട് നമ്മൾ പേറ്റൻ്റ് ചെയ്ത് നമ്മുടേതാണെന്നുള്ള ഒരു റൈറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുന്നതായിരിക്കും.